ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ബ്ലോഗ് നമ്മൾ കാണുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ട് പേജിലുള്ള കാര്യങ്ങൾ ഏത് ലാംഗ്വേജിലാണ് അത് എഴുതിയിരിക്കുന്നതെന്നും അതുപോലെ തന്നെ അത് എഴുതുന്നതിന് വേണ്ടി അതേപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ്. ഇപ്പോൾ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് വീഡിയോ എഡിറ്റർ അത്യാവശ്യമാണല്ലേ. അത് വീഡിയോ എഡിറ്റർ ചിലപ്പോൾ കൈൻ മാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യാപ് കട്ട് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ പ്രീമിയർ പ്രോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ ഡാവിഞ്ചി റിസോൾവ്, അങ്ങനെ വലിയ 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 സോഫ്റ്റ്വെയർ എന്ന പോലെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് മാനേജ് ചെയ്യാൻ അതിലെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്നും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വെബ്സൈറ്റിന് വേണ്ടി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടെക്നോളജി, അതായത് ഒരു വെബ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് ഏത് ഭാഷയിലാണ് അതുപോലെ തന്നെ ഏത് ലാംഗ്വേജിലാണ് അത് എഴുതുന്നതെന്നും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്, നമുക്ക് കാണുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെബ്സൈറ്റിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് സ്ക്രീനിലേക്ക് പോവാം. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണമായിട്ട് നമ്മൾ മുന്നിലുള്ള കാര്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. മുന്നിലുള്ള കാര്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു വെബ് പേജ് ആണ്. ഓക്കെ, ഈ വെബ് പേജ് നമ്മൾ പോയി അതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു വെബ് പേജ് ആണ്. ഇതിൽ നമ്മൾ വെബ്സൈറ്റിൽ കാണുന്ന രീതിയിലുള്ള ഒരു ചിത്രമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ട്, ഒരു സൈഡ് ബാർ, അതായത് സൈഡിൽ കുറച്ച് എഴുത്തുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് എഴുത്തുകളുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ പിന്നെ ശേഷം ഇതിനൊരു ഫുട്ടർ ഉണ്ട്. അത് അടിയിലൊരു ഡിസൈൻ ബൈ ആരാണെന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത്, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇതൊരു കോപ്പിയാണ്. ഓക്കെ, ഒരു ഡെമോ ആണ്. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡെമോ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതുപോലെയാണ് വെബ്സൈറ്റിന്റെ രൂപം നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ രൂപം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഫ്രണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ഭാഷ പഠിക്കേണ്ടി വരും. ഏത് ഭാഷ പഠിക്കേണ്ടി വരും? ഫസ്റ്റ് ആയിട്ട് നമ്മൾ HTML എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ വെബ് പേജിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഒരു HTML എന്ന് പറഞ്ഞ ഒരു ഭാഷ. ഓക്കെ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ കുറച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ CSS എന്ന് പറഞ്ഞ ഒരു സ്റ്റൈല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് വെച്ചാൽ കുറച്ച് പ്രോപ്പർട്ടീസ്, കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഈ 3 ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് വെബ് പേജിന്റെ മുന്നിലുള്ള, അതായത് ഫ്രണ്ടിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ളത്, അതായത് ഒരു ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു ഇമേജ്, ഈ എഴുത്തുകൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം ഒരു ലൈക്കിന്റെ ഒരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലൈക്കിന്റെ ഒരു ബട്ടൺ. അതിനുശേഷം ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് കാര്യങ്ങൾ, പാരഗ്രാഫ്, അതായത് ചെറിയ ചെറിയ ബോക്സുകളിലായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കഴ്സർ അവിടെ പോകുമ്പോൾ പൊന്തുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ജാവാസ്ക്രിപ്റ്റും അതുപോലെ തന്നെ HTML-ഉം അതുപോലെ തന്നെ CSS-ഉം, അതായത് നമ്മൾ വെബ് പേജിൽ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ഫോം ഉണ്ടാക്കുകയാണെങ്കിൽ, അതിൽ ഒരു സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ, അത് ബാക്ക് എൻഡ് എന്നാണ് പറയുക. പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റ് മെയിൻ ആയിട്ടുള്ള, അതായത് അടിസ്ഥാനപരമായ ലാംഗ്വേജ്. അതിനുശേഷം നമുക്ക് അതിന്റെ ഫ്രെയിം വർക്ക് ഉണ്ട്, അതായത് നമ്മൾ ഉണ്ടാക്കിയ സാധനം വീണ്ടും ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ചെറിയ എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇതിൽ. ഓക്കെ, ചുരുക്ം പറഞ്ഞാൽ ഇതാണ് അതിന്റെ കോഡിങ്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് HTML-ഉം അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റും, അതിനുശേഷം ജാവാസ്ക്രിപ്റ്റ് അല്ല, ഫസ്റ്റ് HTML-ഉം പിന്നെ CSS-ഉം പിന്നെ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇതിന് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേണ്ടത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് നമ്മൾ കോഡ് എഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? VS കോഡ് എഡിറ്റർ ആണ്. ഓക്കെ, VS കോഡ് എഡിറ്റർ ആണ് നമ്മൾ
ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ VS കോഡ് എഡിറ്റിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ വെബ് പേജിലുള്ള കാര്യം, അത് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ VS കോഡ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ. ഇത് മാത്രമല്ല വേറെ സോഫ്റ്റ്വെയറുകളുണ്ട്, പക്ഷെ അധികം ഡെവലപ്പർമാരായ ആളുകൾ ഉപയോഗിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് ഇതാണ് നമ്മൾ കോഡ് എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് എഡിറ്റർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെബ്സൈറ്റ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതായത് അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, രൂപം എങ്ങനെ പെടുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും കൊണ്ട് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.